എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 29 റിവ്യൂ ആണ്. ഈ വൈൽഡ് കാർഡൊക്കെ വരുന്നതിന് മുമ്പ് ഒരേ തരത്തിലുള്ള ഗെയിം കണ്ട് ബോറടിച്ച് ലൈവിലേക്കൊന്നും കയറാൻ പോലും തോന്നാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം ബോറടിക്കാതെ ലൈവ് ഇരുന്ന് കാണാം. അവിടെയുള്ള മത്സരാർത്ഥികളിൽ ആകെക്കൂടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം അവരുടെ ഗെയിമിലും കാണാനുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രാവിലെ മുതൽ ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷോ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതുപോലൊരു ഫീലാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്ത് ഒരു 2-3 മണിക്കൂർ നേരം ഈ ഗെയിം എന്നുള്ളതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് റിയാലിറ്റി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് സമൂഹത്തിൻ്റെ പരിച്ഛേദം കൂടിയാണെന്നാണല്ലോ പറയുന്നത് ഈ ബിഗ് ബോസിനെ. അപ്പോൾ ലൈവായിട്ട് ഒരു സോഷ്യൽ മീഡിയ കമൻറ്റ് സെക്ഷൻ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിഷയം ആര്യനും ജിസേലും ഉമ്മ വയ്ക്കുന്നത് അനുമോള് കണ്ടു. അനുമോൾ അത് അവതരിപ്പിക്കുന്നത് ഇവരെന്തോ വലിയൊരു തെറ്റ് ചെയ്തു, ഇവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആര്യനും ജിസേലിനുമെതിരെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നത് കണ്ട് അകത്ത് കയറിയിട്ടുള്ള ലക്ഷ്മിയും പ്രവീണും ജിഷിനും മസ്താനും ഒക്കെ ഈ കാര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജിഷിനും മസ്താനിയും ഈ ആര്യനും ജിസേലും എന്താ ചെയ്തതെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനും മടി കാണിച്ചിട്ടില്ല. രണ്ടുപേര് പരസ്പരം സമ്മതത്തോടെ ചെയ്യുന്നൊരു കാര്യം. അവരത് ചെയ്തിട്ടില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ജിസേല് പറയുന്നത് ഞാനും സിംഗിളാണ്, ആര്യനും സിംഗിളാണ്, ഞങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ളതാണ്. ഇനി അവരത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത്തരത്തിലൊരു ആരോപണം ഇവർക്കെതിരെ ഉന്നയിക്കുന്നത് ജിഷിനും മസ്താനിയും പ്രവീണും ഒക്കെയാണ്. എന്നാൽ ഈ 3 പേരും ഈ ചെയ്യുന്നത് കണ്ടിട്ടുമില്ല. ഇവരാകെ കൂടെ കണ്ടിട്ടുള്ളത് ഈ അനുമോളുടെ കിറ്റ് ആര്യൻ മോഷ്ടിച്ച ദിവസം വന്നിട്ടുള്ള ഒരു സീനാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മ വയ്ക്കുന്നത് ഈ 3 പേരും കണ്ടിട്ടില്ല. പകരം ഇവർ ആരോപണം ഉന്നയിക്കുകയാണ്. എന്നാൽ അനുമോൾ ഉറപ്പിച്ചു പറയുന്നു അനുമോൾ അത് കണ്ടു എന്നുള്ളത്. ഇനി അത് എന്ത് തന്നെ ആയാലും 2 പേരും ഉമ്മ വെച്ചു എന്ന് പറയുന്നൊരു വിഷയം വിചാരണ നടത്തുന്നത് പോലെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇത്തരത്തിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എത്ര അധപ്പതിച്ചതായിരിക്കണം. അനുമോളാണ് ഇത് നേരിട്ട് കണ്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുമോളാണ് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അനുമോൾ പറയാണ് ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ആര്യനും ജിസേലിനും പുറത്തൊരു ലൈഫ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നതാണ്. ഇപ്പം ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന്. ഇത് പറയാനിടയായിട്ടുള്ള സാഹചര്യം ആര്യൻ എപ്പോഴും അനുമോളെ ഉപദ്രവിക്കുന്നു, ചവിട്ടുന്നു, തൊഴിക്കുന്നു, ഇടിക്കുന്നു, അനുമോളുടെ അമ്മേനെ പറ്റിയിട്ട് മോശം സംസാരിക്കുന്നു. ശരിയാണ്, ആര്യൻ വളരെ മോശമായിട്ടാണ് അനുമോളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അത് അനുമോളുടെ അടുത്ത് മാത്രമല്ല, ആര്യൻ പൊതുവെ എല്ലാവരുടെ അടുത്തും വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യണത്. അങ്ങനെ യാതൊരു തരത്തിലും വകതിരിവില്ലാത്ത ഒരാളാണ് ആര്യൻ. ആരോട് എന്ത് എങ്ങനെ സംസാരിക്കണമെന്നുള്ള ഒരു ബോധവും ആര്യനില്ല. ലാലേട്ടനെ വരെ കളിയാക്കി സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഉള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അതിൻ്റെ വരുംവരാഴികൾ ഒന്നും ചിന്തിക്കാൻ ബോധമില്ലാത്ത ഒരാളാണ് ആര്യൻ എന്നുള്ളത് സമ്മതിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ആര്യൻ ഇത്രയും തവണ അനുമോളെ ചവിട്ടിയിട്ടും തൊഴിച്ചിട്ടും ഇടിച്ചിട്ടും ഒക്കെ അനുമോൾ അതെല്ലാം സഹിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നു എന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. ഈ അക്ബർ പിന്നെ അനുമോൾക്കെതിരെ പാട്ട് പാടുമ്പോഴും കളിയാക്കുമ്പോഴും ഒക്കെ അതിനെതിരെ ഉറക്കെ സംസാരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അനുമോള് ഇത്രയും തവണ ആര്യൻ ചവിട്ടിയിട്ടും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നു എന്നാണ് അനുമോള് പറയുന്നത്. ആര്യൻ അനുമോളെ ചവിട്ടിയെങ്കിൽ ചവിട്ടിയതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് ആര്യനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യണം. അതുപോലെ ആര്യൻ വെർബലി എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചെങ്കിൽ അതിനെതിരെ അനുമോള് സംസാരിക്കണം. അതിന് പകരം 2 പേര് പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നൊരു കാര്യം ഇവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ എന്തോ വലിയൊരു ആയുധമായിട്ട് അനുമോള് സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുമോളുടെ ചിന്താഗതിയെ ആയിരിക്കും ചോദ്യം ചെയ്യുക. സത്യത്തിൽ ഇത് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം ഈ മസ്താനി വന്ന സമയത്ത് പുറത്ത് ഇത്തരത്തിലൊരു സംസാരം ഉണ്ട് എന്നുള്ള രീതിയിൽ മസ്താനി അവിടെ സംസാരിച്ചിരുന്നു. അത് അനുമോൾ അറിയുന്നുണ്ട്. അപ്പോൾ തൊട്ട് അനുമോൾ ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോളെ ആര്യനെയും വെച്ചിട്ട് ലവ് ട്രാക്ക് ആണ് എന്നുള്ള തരത്തിൽ ജിസേൽ സംസാരിച്ചപ്പോൾ ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് വേണമെങ്കിൽ എടുത്തിടായിരുന്നു, പക്ഷേ ഞാനത് അവിടെ എടുത്തിട്ടില്ല എന്നുള്ളത് ഇന്നലെ മുതൽ അനുമോൾ ഇത് പറയുന്നുണ്ട്. അപ്പോൾ പുറത്തും ഇത്തരത്തിലുള്ളൊരു സംസാരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അനുമോൾ ഇത് ധൈര്യപൂർവ്വം സംസാരിച്ചതാണ്. അതേപോലെ പുറത്തുനിന്ന് ഇത് കണ്ടും കേട്ടും വന്നിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കൂടി ആയപ്പോഴത്തേക്കിനും അനുമോളുടെ ധൈര്യം കൂടി. ഏതായാലും വളരെ ചീപ്പായി പോയി എന്നുള്ളതല്ലാതെ ഇതിനെപ്പറ്റി വേറെ ഒന്നും പറയാനായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി സൈഡ് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമല്ല. ഏതായാലും എപ്പിസോഡിലേക്ക് വന്നാൽ രാവിലെ തന്നെ ബിഗ് ബോസ് ഇവരോട് പറയുന്നു പൂക്കളം ഒരുക്കാനായിട്ട്. അതിനുശേഷം ലക്ഷ്മിയും ശരത്തുമായിട്ടുള്ളൊരു ഫൈറ്റാണ് കാണിക്കുന്നത്.
ലക്ഷ്മി പറയുന്നു കറക്റ്റ് സമയത്ത് ഇവിടെ ഫുഡ് കിട്ടുന്നില്ല, നേരത്തെ ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നില്ല എന്ന് ക്യാപ്റ്റനായിട്ടുള്ള ശരത്തിൻ്റെ അടുത്താണ് ലക്ഷ്മി ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുന്നത്. പക്ഷേ ശരത്ത് ഒരു തരത്തിലും അത് സമ്മതിക്കുന്നില്ല. അതിവിടെ കിച്ചൺ ടീമിലുള്ള ആൾക്കാർ ചെയ്തോളും, ലക്ഷ്മി ഇതിലൊന്നും ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ നേരെ തട്ടി കയറുന്നുണ്ട്. അതിനുശേഷം ഷാനവാസും റെനയും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. റെനയോട് എന്തോ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് റെന അത് കറക്റ്റായിട്ട് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ക്യാപ്റ്റനോടാണ് ചോദ്യം വരിക. അപ്പോൾ റെന പറയുന്നു ഞാനത് മറന്നുപോയതുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന്. പിന്നീട് ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, സമയത്തിന് കിട്ടുന്നില്ല, ഇവർ നേരത്തെ ഒന്നും തന്നെ റെഡിയാക്കി വെക്കുന്നില്ല എന്നുള്ളതാണ് ലക്ഷ്മീൻ്റെ പരാതി. പക്ഷേ പൊതുവേ ഈ സീസൺ 7 കണ്ടസ്റ്റൻസ് സംസാരിച്ച് വരുന്നൊരു രീതി ഉണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തേന് എടി പൊടി വാടാ പോടാ എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മീനെ കയറിയിട്ട് ഷാനവാസ് എടിയെന്ന് വിളിക്കുമ്പോൾ ലക്ഷ്മി വളരെ മാന്യമായിട്ട് പറയുന്നുണ്ട്, എന്നെ എടിയെന്ന് വിളിക്കരുത്, എന്നോട് അങ്ങനെ സംസാരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ലാന്ന്. ഇത്തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഈ വൈൽഡ് കാർഡിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ അവിടെയുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിച്ച് ശീലിച്ചത് കാരണം ഷാനവാസിന് അതൊരു അടിയാണ്. നല്ല രീതിയിൽ ഷാനവാസിൻ്റെ അടുത്ത് ലക്ഷ്മി കാര്യങ്ങൾ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ വഴക്ക് കഴിഞ്ഞിട്ട് ഷാനവാസ് അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് ആപ്പിൾ എടുത്തുകൊണ്ട് പോവുകയാണ്, ഈ വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെതിരെ പിന്നെ ഷാനവാസ് ഈ മസ്താനിനെയും പിന്നെ അനുവിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്, ഇത് കിച്ചൺ ടീം എടുത്ത് തരേണ്ടതല്ലേ, നിങ്ങളിങ്ങനെ സ്വയം എടുത്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാനവാസിന് എങ്ങനെയെങ്കിലും ആ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. പിന്നീട് രമ്യ നമ്പീശനും ജിസ്റ്റിനും കൂടെ ബിഗ് ബോസിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവരെ സ്വാഗതം ചെയ്യുന്നു. ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്, കുട്ടിക്കാലത്ത് ഓണം ഓർമ്മകൾ പങ്കുവെക്കുക എന്നുള്ളത്. ഏറ്റവും നല്ല ഓർമ്മകൾ പങ്കുവെച്ചിട്ടുള്ള ഒരാൾക്ക് ജിസ്റ്റിനും അതേപോലെ രമ്യ നമ്പീശനും കൂടെ സമ്മാനം കൊടുക്കുക എന്നുള്ളത്. അതിൽ റെനയാണ് നല്ലൊരു ഓർമ്മ പങ്കുവെച്ചത്. അപ്പോൾ റെനയ്ക്കാണ് അവർ സമ്മാനം കൊടുക്കുന്നത്. പിന്നീട് പുതിയ ക്യാപ്റ്റനായിട്ടുള്ള നെവിൻ ഗ്രൂപ്പുകളെ തിരിക്കുകയാണ്. കിച്ചൺ ടീമിലേക്ക് ലക്ഷ്മി, ജിഷിൻ, അനുമോള്, ആദില, പ്രവീൺ, അതേപോലെ വെസലിലേക്ക് മസ്താനി, ബിന്നി, നൂറ, സാബുമാൻ, രേണു, ഫ്ലോറിലേക്ക് ശരത്ത്, അഭിലാഷ്, അക്ബർ, അനീഷ്, ഷാനവാസ്, ബാത്റൂമിലേക്ക് ജിസേല്, ആര്യൻ, റെന, ശൈത്യ, ഉണ്ണീൽ. അങ്ങനെ ഇവർ ഇത്രയും പേരെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആര്യൻ ശരത്തിൻ്റെ അടുത്തും ശൈത്യൻ്റെ അടുത്തും കൂടെ വന്നിരുന്നിട്ട് പറയാണ്, അനുമോൾക്ക് ഭയങ്കര അസൂയാണ്, ഞാൻ ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അസൂയാണ് എന്ന്. അപ്പോൾ എന്താണ് അവൾക്ക് ഇത്ര ഇങ്ങനെ അസൂയ വരാൻ കാരണമൊന്നും അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ ശൈത്യ പറയാണ്, അത് നീ ആദ്യം വന്ന സമയത്ത് അനുമോളുമായിട്ടല്ലായിരുന്നോ ഭയങ്കര കമ്പനി ആയിരുന്നത്, ഇപ്പം നീ ജിസേലുമായിട്ട് കൂടുതൽ അടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്ന് ശൈത്യ പറയുന്നുണ്ട്. പിന്നീട് ആര്യനും ജിസേലും കൂടെ കിടന്നിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വൈൽഡ് കാർഡുകളെ പറ്റിയിട്ട് പറയുകയാണ്. ലക്ഷ്മിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം, ലക്ഷ്മി ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കും, പക്ഷെ പറയുന്നത് മുഴുവനും തെറ്റാണ്. ജിഷിനാണെങ്കിൽ ഭയങ്കര പൊട്ടത്തരാണ് പറയണത്, മസ്താനിയാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് എന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ജിസേലും ആര്യനും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പണിപ്പൂര ടാസ്ക്കാണ്. അതിൽ വന്നിട്ടുള്ള 5 വൈൽഡ് കാർഡുകൾക്കാണ് കൊടുക്കുന്നത്. 5 ദിവസത്തേക്ക് 10 സെക്കൻഡ് വീതം ഇവർക്ക് പണിപ്പൂരയിലേക്ക് കയറാം, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. പക്ഷേ ഇവരെടുക്കുന്ന പാക്കേജിൻ്റെ മേളിൽ ബോംബുകളുടെ ഫോട്ടോ ഉണ്ടാവും, ബിഗ്, സ്മാള്, മീഡിയം എന്ന് പറഞ്ഞിട്ട്. ഈ ബോംബുകൾ വീട്ടിലുള്ള മറ്റുള്ളവർക്കുള്ള പണിയാണ്. ആർക്കൊക്കെയാണ് പണി കൊടുക്കേണ്ടതെന്നുള്ളത് ഈ വൈൽഡ് കാർഡുകൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഇവർ 5 പേരും കൂടെ പണിപ്പുരയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പണിപ്പുരയിൽ ഇവരുടെ പാക്കേജിൻ്റെ കൂടെ തന്നെ മുകളിലായിട്ട് ഈ ബോംബിൻ്റെ ആകൃതിയിലുള്ള പ്രോപ്പർട്ടീസും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ച് അതും കൂടെ എടുത്തുകൊണ്ട് പോരുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആര്യൻ പ്രവീണിനെ കളിയാക്കുന്നു. അപ്പോൾ പ്രവീണാണ് ഈ പിന്നെ പുതപ്പിൻ്റെ അടിയിലുള്ള കാര്യങ്ങളും പാവാട വള്ളിയെന്നും ഒക്കെ ആര്യനെ വിളിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മസ്താനിയും കയറി ഇടപെടുന്നുണ്ട്. അപ്പം അവിടുന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ് ഈ അവസാനം ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതിനിടയ്ക്ക് മസ്താനിയും റെനയും കൂടെ അടി ഉണ്ടാവുന്നുണ്ട്. റെന പോയിട്ട് കരയുന്നുണ്ട്. റെനേൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ മസ്താനിയോടെ പറയുന്നു, ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ട് പറയുന്നു, വീട്ടിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റെന ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് കരയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം അനുമോള് കരച്ചിൽ നിർത്തി, ബാക്കിയുള്ളവരൊക്കെ കരച്ചിൽ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഷാനവാസും ലക്ഷ്മിയും കൂടെയുള്ള ഫൈറ്റിൽ ഷാനവാസ് കരയുന്നു. റെനയും നൂറയും ആയിട്ടുള്ള വഴക്കിൽ പിന്നെ റെന കരയുന്നു. റെനയും മസ്താനിയായിട്ടുള്ള വഴക്കിൽ പിന്നെ റെന കരയുന്നു. പിന്നെ ശരത്തും അതേപോലെ ആദിലയും തമ്മിലുള്ള വിഷയത്തിൽ ശരത്ത് കരയുന്നു. അങ്ങനെ ആകെ മൊത്തം കരയാത്ത ആൾക്കാരൊക്കെ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം കരച്ചിലാണ്. നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്ന അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി അനുമോൾ ഇപ്പോൾ കരച്ചിൽ നിർത്തി. അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കിനും കരച്ചിലിനും ഒക്കെ ശേഷം ഈ ബോംബ് കിട്ടിയതിൻ്റെ പണി കൊടുക്കലാണ്. അപ്പോൾ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഈ സീസണിലുടനീളം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ കഴിയില്ല ഒരാൾക്ക്. ആ ഒരാൾ ആരാണ് എന്നുള്ളത് ഈ 5 വൈൽഡ് കാർഡുകൾക്കും തീരുമാനിക്കാം. അങ്ങനെ അവർ തീരുമാനിക്കുന്നത്
അക്ബറിനെയാണ്. അക്ബറിനെ തിരഞ്ഞെടുക്കാനുള്ള റീസൺ പറയുന്നത് അക്ബർ ഗ്രൂപ്പിസം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അക്ബർ ഈ സീസണിലുള്ളിടത്തോളം കാലം ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതിനുശേഷമാണ് ഈ ജിഷിൻ, അക്ബർ, ശരത്ത്, ആര്യൻ, ഈ അക്ബറും ശരത്തും ആര്യനും ഒക്കെ കൂടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ജിഷിൻ ചെല്ലുന്നു. അപ്പോൾ ശരത്ത് ഇങ്ങനെ പറയുകയാണ്, ആരൊക്കെ വിചാരിച്ചാലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഷിനെ കുത്തി സംസാരിച്ചുകൊണ്ട് ശരത്തും അക്ബറും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ആര്യനും അനുമോളുമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ തുടക്കം. അതായത് ആര്യനും ഇവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അനുമോള് വരുന്നു. അനുമോളും ആര്യനും കൂടെ അങ്ങോട്ടും എടാപൊടി വിളി വരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അനുമോള് പറയുന്നത് ഞാൻ കാണുന്നുണ്ട് പുതപ്പിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആര്യൻ തിരിച്ച് അനുമോളുടെ അമ്മേനെ ചീത്ത വിളിക്കുന്നു. ഈ ആര്യൻ ഒരു വകതിരിവും ഇല്ലാത്ത, ആരോടെന്ത് എങ്ങനെ എപ്പോൾ പറയണമെന്ന് ഒരു ബോധവും ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ്. അല്ല, അതിപ്പോൾ ലാലേട്ടനോടായാലും ശരി, ആരോടായാലും ശരി, ആര്യൻ എന്താ ചെയ്യുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നുള്ളത് ആര്യന് പോലും ഒരു ബോധമില്ല എന്നുള്ളത് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. ഏതായാലും അങ്ങനെയാണ് ഇതിപ്പോൾ ഇത്രയും വലിയ വഴക്കിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അതിൽ ക്യാപ്റ്റനായിട്ടുള്ള നെവിൻ ഇതിലിടപെടുന്നുണ്ട്. നെവിൻ വന്നിട്ട് ആര്യനോട് ചോദിക്കുന്നു, ഈ മോശമായ സാഹചര്യത്തിൽ നിങ്ങളെ കണ്ടു എന്ന് പറയുന്നത് എന്താ കാര്യം, ഇത് സംസാരിച്ച് തീർക്കണോ എന്ന് പറഞ്ഞിട്ട് നെവിൻ എന്ത് ചെയ്യുന്നു, എല്ലാവരെയും കൂടെ ലിവിങ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിട്ട് ഇത് കോമൺ ആയിട്ടൊരു വിഷയമാക്കി എടുത്ത് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം ഇത് നേരിട്ട് കണ്ടത് അനുമോളായതുകൊണ്ട് അനുമോളാണ് അവിടെ വന്ന് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇന്ന ദിവസമാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അനുമോൾ സംസാരിക്കുന്നു. അതിനിടയ്ക്ക് ജിഷിൻ കയറിയിട്ട് ഇടപെടുന്നു. ജിഷിൻ വന്നിട്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. അവസാനം അനുമോളും മസ്താനിയും കൂടെ അവിടെ ലിവിങ് റൂമിൽ തറയിൽ കിടന്ന് എന്തൊക്കെയാണ് ഇവർ കണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. പരമദയനീയം എന്നല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. ഇത് ഏത് നിലവാരത്തിലേക്ക് പോയി എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഏത് നൂറ്റാണ്ടിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ അതേപടി തന്നെ തലയ്ക്കുള്ളിലേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് ഈ സീസൺ 7 വൈൽഡ് കാർഡിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. മസ്താനി ആയാലും ജിഷിനായാലും പ്രവീണായാലും ലക്ഷ്മി ആയാലും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ജിസേലിനും ആര്യനും എതിരെ ഈ ഒരു കാര്യത്തിൽ വരുന്നിട്ടുള്ള കമൻറ്റുകളെ അതേപടി അവരങ്ങ് എടുത്തു. ഇവരെന്നാൽ സ്വന്തമായിട്ട് തലച്ചോറ് ഉപയോഗിച്ചിട്ട് ചിന്തിക്കണം, ഇതിവിടെ പറയാൻ പാടുണ്ടോ, അത് പറയുന്നത് ശരിയാണോ, അതിലെന്തെങ്കിലും ഒരു ന്യായമുണ്ടോ എന്നുള്ളത് അവനവൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കിയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഈ വിഷയം വരത്തില്ലായിരുന്നു. പക്ഷേ അതിന് പകരം കൂടുതൽ സപ്പോർട്ടുള്ള ആളിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇവർ ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ, അപ്പോൾ ഇവരെ പറ്റി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടും ആവാം. എന്തായാലും വളരെ മോശം എന്നുള്ളതല്ലാതെ ഇതിനെ പറ്റിയിട്ട് വേറെ ഒന്നും പറയാനായിട്ടില്ല. അതേപോലെ തന്നെ ഇവരിത് വലിയ കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം ആകെ കൂടെ ഒണിയിലും അക്ബറും മാത്രമാണ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരെണ്ണം പോലും ഇത് ചെയ്തത് മോശമാണെന്നോ ഇതിനെതിരെ അവർക്കാർക്കും ഒരു അഭിപ്രായം ഇല്ല. അവരൊക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡുകാർക്ക് പിന്നെ കൺഫ്യൂഷനൊന്നുമില്ല, കാരണം അവർക്ക് ഉറപ്പാണ് ഇതിങ്ങനെ നടന്നിട്ടുണ്ട്. കാരണം കമൻറ്റുകൾ അങ്ങനെയാണല്ലോ. അവിടെയുള്ള ആൾക്കാർക്ക് അനുമോള് പറയുന്നു അവളത് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട് എന്ന്, ജിസേലും ആര്യനും പറയുന്നു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അത് രണ്ടുപേർക്കിടയിലുള്ള പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അവർ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പാടില്ല, അത് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം ഒരെണ്ണത്തിന് അവിടെ ഇല്ല. മാത്രമല്ല അനുമോൾ ഇപ്പോഴും അതെന്തോ വലിയൊരു കാര്യം പോലെ കൊണ്ട് നടക്കുക. ഞാനത് ശരിക്കും കണ്ടതാണ്, എനിക്കത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് ജിസേൽ വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നീ ഈ ഷോ വിട്ട് പോകാനായിട്ട് തയ്യാറാണോ എന്നുള്ളത്. വീക്കെൻഡിൽ അറിയാം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത്. കാരണം അത്രയും വൃത്തികെട്ടൊരു കാര്യമല്ലേ, രണ്ടുപേരെ ഇരുത്തിയിട്ട് വിചാരണ ചെയ്യുന്നത് പോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുക. എന്തൊരു മോശമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ആ ഷോയ്ക്ക് തന്നെ എത്ര അപമാനമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ.